എന്ത് നേടണം, എന്ത് ചെയ്യണം, എന്തായിത്തീരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നേടാൻ, ചെയ്യാൻ, ആയിത്തീരാൻ നിങ്ങൾക്ക് സാധ്യമാവും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന മഹനീയതയെക്കുറിച്ച് നിങ്ങൾ അറിയും. അതാണ് പ്രകൃതിയുടെ നിയമം, ആകർഷണ നിയമത്തിന്റെ സീക്രട്ട്. സുഹൃത്തുക്കളെ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ 5 വീഡിയോയിലായിട്ട് ആകർഷണ നിയമത്തിന്റെ രഹസ്യം മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് എങ്ങനെയാണ് ലൈഫ് സക്സസ്ഫുൾ ആയി കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് ഭയങ്കര ഹാപ്പി ആട്ടോ. എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഒന്നുകിൽ രാവിലെ വിളിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം വിളിക്കും, അല്ലെങ്കിൽ അവർ മെസ്സേജ് ഇടും, ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും. കാരണം ആ പാവങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് അവരെ കേൾക്കാനുണ്ടായാൽ മതി. കാരണം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്നുള്ള പ്രശ്നങ്ങൾ, മറ്റ് മാനസിക പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. അതിൽ കുറച്ച് പേര് ഇത് ഫോളോ ചെയ്തിട്ട് ഇന്നലെ എന്നെ വിളിച്ചു. അതില് കൊല്ലത്തുള്ളൊരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ ജയക്കുട്ടി, ഞാൻ എന്തൊരു ഹാപ്പി എന്നറിയോ, ഇപ്പം ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടാണ്. ഇത് കേട്ടപ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷമായി എന്നറിയോ, എനിക്ക് എന്തുമാത്രം സന്തോഷമായി എന്നറിയോ. കാരണം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയാണ്, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ അവർക്ക് ഇത്രമാത്രം ഹാപ്പി ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ടൊരു മൂളിപ്പാട്ട് പാടി എഴുന്നേൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരോടൊക്കെ നന്ദി പറയണം? ഈ പ്രപഞ്ചത്തിനോട്, ഈ ബുക്കിന്റെ ഓതറോട്, എനിക്ക് ഈ ബുക്ക് സമ്മാനിച്ച എൻ്റെ മകനെ പോലെ ഞാൻ കരുതുന്ന ആ പയ്യനോട്, എല്ലാവരോടും നന്ദി പറയണ്ടേ? കൃതജ്ഞതയുടെ രഹസ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അല്ലെ? അത് വല്ലാത്തൊരു എനർജിയാണ് നമുക്ക് നേടിത്തരുന്നത് ലൈഫിലേക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോ? വിശ്വസിക്കാൻ, ആവശ്യപ്പെടാൻ, സ്വീകരിക്കാൻ, ചിന്തകളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ബോഡിയുടെ സിഗ്നൽ മനസ്സിലാക്കാൻ, വാക്കുകളെ പോസിറ്റീവാക്കാൻ ഒക്കെ മനസ്സിലാക്കി ഫോളോ ചെയ്തവരുടെ അനുഭവമാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പൊ കൃതജ്ഞത, അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുക. കൃതജ്ഞത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട ഒരു സാധനമാണ്. ചില ആളുകൾ പറയും, ഞാൻ ഇങ്ങനെയായിപ്പോയി, എൻ്റെ ജീവിതത്തിൽ അതില്ല, അല്ലെങ്കിൽ ഇതില്ല, ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതമല്ല എനിക്ക് കിട്ടിയത്, ഞാൻ ആഗ്രഹിച്ചൊരു പങ്കാളിയല്ല എനിക്ക് കിട്ടിയത്, ഞാൻ ഇങ്ങനെയുള്ളൊരു ജീവിതം ആയിരുന്നില്ല കൊതിച്ചത് എന്നൊക്കെ. ശരിയായിരിക്കാം. പക്ഷേ നിരന്തരം ഇത് പറയുന്നതിലൂടെ, ഇത് തന്നെ ചിന്തിക്കുന്നതിലൂടെ നമ്മൾ ആകർഷിച്ചെടുക്കുന്നത് അത് തന്നെയാണ്. അതേ നമുക്ക് ലഭിക്കുള്ളൂ. അതിന് പകരം രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുതൽ പറഞ്ഞു തുടങ്ങണം, കൃതജ്ഞത രേഖപ്പെടുത്തി തുടങ്ങണം. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ജീവിത വിജയത്തിന്റെ രഹസ്യമാണ്. നമുക്ക് ലഭിച്ച നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം. എന്താണോ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നന്ദി പറയാം. നമ്മൾ എന്താണ് ആയിത്തീരേണ്ടത് അതിന് നന്ദി പറയാം. അല്ലാതെ കഴിഞ്ഞതെല്ലാം പാടെ മറന്നേക്കാം. നമ്മൾ എന്തോ ആയിക്കോട്ടെ, ഇതുവരെ നമ്മൾ അനുഭവിച്ച കഷ്ടതകൾ, സങ്കടങ്ങൾ, വേദനകളൊക്കെ പാടെ തൂത്തുവാരി ദൂരെ കളഞ്ഞേക്ക്. എന്നിട്ട് നമുക്ക് എന്താണ് ആയിത്തീരേണ്ടത് അത് മനസ്സിൽ സങ്കല്പിക്കുക. നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കഴിവുകളുണ്ട്. അതിലൊന്നാണ് ഇമാജിനേഷൻ. അത് വല്ലാത്തൊരു ശക്തിയാണ്. അതിന് നമുക്ക് എന്താണ് ആയിത്തീരേണ്ടത് അത് ഡെയിലി സങ്കല്പിക്കുക. എന്നിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഹസ്ബൻഡിന്, നമ്മുടെ ലൈഫിലൂടെ കടന്നുപോയ ഓരോ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതാണ്, നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എനിക്ക് തരാനുണ്ട്, നിങ്ങൾ ഇനിയും കൂടുതൽ വേണം എന്ന് മറ്റൊരാളെ ചൂണ്ടി പറയുന്നത് പകരം നിങ്ങൾക്ക് കൂടുതൽ നൽകുക. ഒരർത്ഥത്തിൽ നിങ്ങൾ സ്വയം പൂർണ്ണതയോളം നിറയ്ക്കുക. അപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് ദാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അതാണ് സ്നേഹം നേടണമെങ്കിൽ സ്വയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക, നിങ്ങളൊരു കാന്തമായി തീരുന്നത് വരെ. അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം. ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടായി തുടങ്ങിയാൽ നിങ്ങൾ ഇനിയും നല്ല കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃതജ്ഞത തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ വന്നു ചേരുക അസാധ്യമായിരിക്കും. കാരണം കൃതജ്ഞതയില്ലാത്ത മാനസികാവസ്ഥയിൽ നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ചിന്തകളും വികാരങ്ങളും നിഷേധാത്മകമാണ്.
അസൂയ, അമർഷം, അസംതൃപ്തി തുടങ്ങിയ വികാരങ്ങൾ ഏതായാലും അവയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്തിച്ചു തരാൻ കഴിയില്ല. അവയെല്ലാം നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. നിഷേധാത്മകമായ മനോവികാരങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിനെ തടയുകയാണ് ചെയ്യുക. നിങ്ങളൊരു പുതിയ കാറ് വേണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി ഹെൽത്ത് ഇമ്പ്രൂവ് ആവണം. പക്ഷേ നമ്മൾ ഇപ്പോൾ ഉള്ളതിനെ കുറിച്ച് അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? ഇപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ ഇങ്ങനെയല്ലായിരുന്നല്ലോ, ഇന്ന് ഞാൻ കുറെ കൂടി എഴുന്നേറ്റ് നടന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം കുറച്ചും കൂടെ ജീവിതം നല്ല സാഹചര്യത്തിലാണല്ലോ എന്ന് ചിന്തിച്ച് അതിന് നന്ദി പറയുക. നിങ്ങൾക്കിപ്പോൾ ഉള്ളതിനെക്കുറിച്ച് കൃതജ്ഞത ഉണ്ടാവണം. നിങ്ങളുടെ ജീവിതത്തിൽ കൃതജ്ഞതയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ട് കൃതജ്ഞത തോന്നേണ്ട നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയും അതുവഴി നിങ്ങളിലേക്ക് എല്ലാ നന്മകളും ലഭിക്കുകയും ചെയ്യും. അപ്പൊ ദിവസേനയുള്ള കൃതജ്ഞതാ വ്യായാമം സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതിനുള്ള പാതയാണ്. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കഴിവുകളുണ്ട്, അസാധ്യമായവ നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു ദിവസം ചെറിയ രീതിയിൽ തുടങ്ങാം. ഒരു ദിവസം ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് ഭാവനയിൽ കണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അത് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ നിമിഷം മുതൽ പിന്നെ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു 2-3 മിനിറ്റ്, ഒരു 3 മിനിറ്റ് മതി. നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക, കിടന്നുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്ന അവസ്ഥയിൽ ഇരുന്നിട്ട് ഒരു 3 മിനിറ്റ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയാൽ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ് ഒന്നും ശ്രദ്ധിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്തായാണ് ആയിത്തീരേണ്ടത് അത് സങ്കല്പിച്ചുകൊണ്ട് മറ്റൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരാതെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യും. അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും മനോഹരമായ, അത്രയും നമുക്ക് ഗുണം ചെയ്യുന്ന, നമ്മുടെ നിധി പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ബുക്കാണിത്. ആ ബുക്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും തന്നെയാണ് ആഗ്രഹം, അല്ലേ? അതാണ് നമ്മുടെ ദിവ്യ ഔഷധം, മരുന്ന്. ഒരു പരിധി വരെ അല്ലേ, നമുക്ക് സ്നേഹം കിട്ടുമ്പോൾ, പരിഗണന കിട്ടുമ്പോൾ, റെസ്പെക്റ്റ് കിട്ടുമ്പോൾ നമ്മളായിത്തീരുന്നത് വേറൊരു തലത്തിലേക്കാണ്. നമ്മളെല്ലാവരും കുതിക്കുന്നതും അതിനാണ്. അപ്പൊ അതേക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം, ലൈഫിൽ തിരുത്താം, അത് അനുഭവിക്കാം. ഭക്ഷണം പോലെ, വായു പോലെ, വെള്ളം പോലെ ഒക്കെ നമുക്ക് അത്യാവശ്യമാണ് സ്നേഹം. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്കത് കിട്ടാൻ, അല്ലേ, അത് ഫീൽ ചെയ്ത് കിട്ടാനൊക്കെ. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നമ്മൾ പരാതി പറയുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്വന്തം സ്നേഹിക്കാനും സ്വന്തം സ്നേഹിച്ചു തുടങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് എങ്ങനെയാണെന്ന്. എത്ര വർഷമായിട്ടുണ്ടാവും, അല്ലെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെ കൈവിരലൊന്ന് തലോടിയിട്ടുണ്ടോ ഇഷ്ടത്തോടെ? നിങ്ങളെ ഫേസിലൊന്ന് നിങ്ങൾ ഏറ്റവും ഇഷ്ടത്തോടെ ഒന്ന് തൊട്ടിട്ടുണ്ടോ? നമ്മളൊന്ന് ഹഗ് ചെയ്തിട്ട് ഐ ലവ് യു എന്ന് പറയാൻ പറ്റിയ, അതാണ് സ്നേഹം. വേദന കൊണ്ട് പുളയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, അയ്യോ അവരെന്നെ ശ്രദ്ധിച്ചില്ല, അവരെൻ്റെ അടുത്ത് വന്ന് ഇരുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ പെയിനുള്ള ഭാഗത്ത് ഒന്ന് തലോടിയിട്ട് സാരമില്ല പോട്ടെ, ശരിയാവും കേട്ടോ, നമ്മൾ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? ഓരോ ദിവസവും നമ്മളെ താങ്ങി നിർത്തുന്ന കാല് നമ്മളൊന്ന് സ്വന്തം ഒന്ന് തൊട്ട് നോക്കൂ. ഇഷ്ടത്തോടു കൂടി, നീ എൻ്റെ ഭാരം മുഴുവൻ സഹിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഈ പ്രകൃതിയെ, ഈ മനോഹരമായ പ്രകൃതിയെ കാണാൻ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ കണ്ണുകൾ, മറ്റുള്ളവരെ നോക്കി ചിരിക്കാൻ നമുക്ക് പറ്റുന്ന, അല്ലേ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ. ഇതിനൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടോ? നമ്മുടെ ഭംഗി നമ്മൾ തന്നെ ആസ്വദിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ള സ്നേഹം മുഴുവനും നമുക്ക് കിട്ടിത്തുടങ്ങും. ഇപ്പൊ എനിക്കറിയാം, നിങ്ങൾ പലരും എന്നോട് ചേച്ചി എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ഇതുവരെ കാണാത്ത, അറിയാത്ത നിങ്ങൾ എന്നെ ഒരു 10 പേരെങ്കിലും വിളിച്ചിട്ട്, അല്ലെ എൻ്റെ കമന്റ് ഞാൻ വായിക്കുമ്പം ഞാൻ അറിയുന്നുണ്ട് എനിക്ക് ചേച്ചി എന്ത് ഇഷ്ടമാണെന്ന്. അത് പറയുമ്പം എനിക്കതിവിടെ ഫീൽ ചെയ്യുന്നത് അത് എൻ്റെ ഉള്ളിലും കൂടി അത്രയും സ്നേഹം നിറഞ്ഞു കവിയുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, നിങ്ങൾ എന്നോട് ചോദിക്കാറില്ല ചേച്ചിയുടെ ഫേസൊക്കെ നല്ല ഗ്ലോ ആയിട്ടുണ്ട്, എന്താ രഹസ്യം? എൻ്റെ ലൈഫിൽ
ഞാൻ എൻ്റെ ഉള്ളിലുള്ള അത്രയും തീവ്രതയോടെ പ്രണയം അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. കാരണം എൻ്റെ ഉള്ളിൽ അത് ഇത്രയും തിങ്ങി നിറഞ്ഞത് ഇപ്പോഴായിരിക്കും. അപ്പൊ എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യാണ്. ഒരു കുഞ്ഞു പൂവിനോട്, കല്ലിനോട്, എല്ലാറ്റിനോടും. ഇപ്പൊ നേരത്തെ നമ്മുടെ കൊല്ലത്തുള്ള ചേച്ചി പറഞ്ഞില്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂളിപ്പാട്ട് പാടാൻ തോന്നും. അതാണ് പ്രണയം, അതാണ് സ്നേഹം. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്നതാണ് നമുക്ക് മറ്റുള്ളവർക്കും പങ്കുവെക്കാൻ പറ്റുക, കൊടുക്കാൻ പറ്റുക. എനിക്കിപ്പോൾ എല്ലാറ്റിനോടും പ്രണയ, എനിക്കിപ്പോൾ അതേ, ഞാൻ എന്നെ പ്രണയിക്കുന്നതിൻ്റെ ഇരട്ടി എനിക്കിപ്പോൾ ആ പ്രണയവും സ്നേഹവും ഒക്കെ തിരിച്ചു കിട്ടുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പെരുമാറുന്നില്ലെങ്കിൽ ഒന്നിനും ഒരു മാറ്റവും വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ശക്തമായ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തികളാകുന്നത്. അതിനാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ല, ഒരു മതിപ്പില്ല, നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സിഗ്നലാണ് നിങ്ങൾ പ്രചരിപ്പിക്കുക. ആ സിഗ്നൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടേയിരിക്കും. ആരും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന അവസ്ഥ നിങ്ങൾ തുടർച്ചയായിട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പം നമ്മളെ സ്നേഹിക്കുക. ഇന്നു മുതൽ ഒരു 5 മിനിറ്റ് കണ്ണാടിയിൽ നോക്കിയിട്ട്, അതല്ലാതെയോ നമ്മളൊന്ന് സ്നേഹിച്ചു നോക്കൂ. നിങ്ങളെ ഒന്ന് തൊട്ടു നോക്കൂ. നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്ത് നോക്കൂ. നിങ്ങളെ ഫേസിലൊക്കെ ഒന്ന് തൊട്ടു നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്നേഹവും സന്തോഷവും നിറയ്ക്കൂ. ബാക്കി നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, സ്നേഹവും സന്തോഷവും പരിഗണനയൊക്കെ. അപ്പൊ എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുക. സ്നേഹം പുലരട്ടെ. ലവ് യു ആൾ.